ഓർമ്മകളെ കൈവള ചാർത്തി വരൂ. ആ വാ വാ വാ, കേറി വാ മക്കളെ വാ. ആ കൊറേ നേരം കൊണ്ട് കേക്കണതാണ് നിന്റെ ഓർമ്മകളൊക്കെ എല്ലാരും അല്ലടാ മക്കളെ. പറയട്ടെ, ഇല്ല ഇരുന്നേ. അച്ഛനൊക്കെ സുഖമാണോടാ മക്കളെ? അമ്മ സുഖമായിട്ടിരിക്കണ? അമ്മ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. അച്ഛൻ വിശേഷമൊന്നുമില്ല, പിന്നെ ഷുഗറും അസുഖവും പ്രഷറ് എല്ലാം കൂടെ. പത്യപരിപാടി എന്താ? അടി അടി ഇടയ്ക്ക് ഒരു ചെറുത് മേടിച്ച് വീട്ടിൽ മൂലയ്ക്ക് വെച്ചേക്കും. അത് എപ്പ നമുക്ക് പെൻഷൻ കിട്ടുന്ന സമയത്ത്. എന്റെ പൊന്നോ, നമ്മളെ ഇതൊക്കെ എപ്പോഴും കഴിക്കുന്ന ആളാണ്. അവിടെ അങ്ങ് കാണുകയാണെങ്കിൽ എന്റെ പെപ്പർ തോത്തി കിടന്ന് ഭയങ്കര ഓ, പിള്ളേര് കാണാതെ ഇടയ്ക്ക് അതിൽ നിന്ന് ഒരെണ്ണം പൊട്ടിച്ച് എനിക്കതറിയാൻ പാടില്ല. എവിടെ പാത്തു വെച്ചാലും അവരിത് എടുക്കും. ഇത് വീട്ടിൽ അങ്ങനത്തെ ശൈലി. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എവിടെയെങ്കിലും കൊണ്ട് ഞാൻ വെച്ചാൽ എന്റെ പേപ്പർ നോക്കി അതിനകത്തെടുത്തു. അവിടെ എന്നിട്ട് കിടന്നൊരു രാവിലെ പോലെ തുടങ്ങും. നമ്മൾ ഇറങ്ങുമ്പോ തുടങ്ങി. നമ്മൾ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്താലേ നമുക്ക് അത് ഈ പണ്ടാരത്തിനൊക്കെ മനസ്സിലാവുക. ഇപ്പൊ എങ്ങനെയൊക്കെയാണ് പണിയൊക്കെ നടക്കണുണ്ടാ? ഏലട പോയ പഴയതുപോലെ കൈക്കൊരു വിറവലുണ്ട്. അത് കാരണം ഇപ്പൊ ഉളിയൊന്നും പിടിക്കാൻ പറ്റണില്ല. ആണോ? എനിക്ക് പിന്നെ വിറവലൊന്നുമില്ല. ഈ കണ്ടവന്റെ വീട്ടിൽ ചെന്നേ എനിക്ക് വിറവലാണ്, ഞാൻ പതിയെ പണിയുള്ളെന്ന് പറഞ്ഞ അവർക്ക് മനസ്സിലാകുക. പിന്നെ കൂലി കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാ. കൂലി മേടിക്കുന്നതനുസരിച്ച് നമ്മള് പണിയണ്ടേ. പക്ഷെ അന്നേരം രാവിലെ പോയ വൈകുന്നേരം 8 മണിക്ക് ബിരിയാണി പോകണം. അത്രേ ഉള്ളു. മേടിക്കണ കൂലിക്ക് പണിയണമെങ്കിൽ നമ്മൾ 8 മണി രാത്രി വരെ പണിയണം. അതെ, ഇപ്പൊ എന്ന് പറയാൻ എനിക്ക് വയറിന് അത്ര സുഖമില്ലടാ പോയി. കാരണം ഈ പണ്ടത്തെ കാലത്ത് നമ്മുടെയൊക്കെ വീട്ടിലെ ഈ അരകല്ലും ഉരുളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുമേട്ടൊക്കെ നമ്മള് പാചകം ഈ വറക്കുകയും പൊടിക്കുകയൊക്കെ ചെയ്യായിട്ടുണ്ട്. ഇന്നിപ്പൊ എന്നാണെന്നറിയാമോ? ഈ മിക്സിയിലല്ലേ. കറണ്ട് ഇല്ലെങ്കിൽ കറിയില്ല. അത് തന്നെ. പണ്ട് നമ്മൾ കല്യാണങ്ങളിലൊക്കെ പോകുമ്പോഴേ ഈ ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ, അവര് കല്ലൊക്കെ ഓരോ വീടുകളിൽ നിന്ന് നടന്ന് അരകല്ലും ഉള്ളക്കല്ലും ഒക്കെ എടുത്തോണ്ട് വന്നു. എന്തോ അരപ്പിടിയും പിടിയൊക്കെ കൊണ്ടാടാ. എവിടെ കൊണ്ടാകാനാ? പണ്ടത്തെ കാലത്ത് വെള്ളം കോരാൻ പോവും ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി. ചെറുപ്പക്കാർ പ്രേമവും നടക്കും. അന്നത്തെ കാലത്ത് വെള്ളം കോരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമായിരിക്കും. മരം മേടിച്ച്. പിന്നെ മക്കളൊക്കെ ഏതൊക്കെ നിലയിലായി? മൂത്തവണ നേരത്തെ കെട്ടിയായിരുന്നല്ല. അത് ഞാൻ കൂടിയതാണ്. കല്യാണത്തിന് ഞാനൊരു തുകയെ തന്നായിരുന്നു. അവ ഒന്നിനെ പറഞ്ഞു വിട്ടപ്പോ 3 വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി വെച്ച് അവൻ. അതെന്താണാ പോയി? ആരെടുത്ത് നിങ്ങളെ ശാഖക്കാരോടൊന്നും ചോദിച്ചില്ലേ? ശാഖക്കാരനത്തിന് സ്ത്രീധനം പോരെന്നവന്. അയ്യോ, ഇതൊന്നും പറയാതെയാണോ ചെയ്തത്? അവൻ ചോദിച്ചതൊക്കെ അന്നേരം കൊടുത്തില്ല. പിന്നെ അവൻ നോക്കിയപ്പോ വീട്ടിൽ കുറെ വസ്തു കിടപ്പുണ്ട്. അപ്പൊ അത് വിറ്റ് അവന് കുറെ രൂപ വേണമെന്നാണ് അവൻ പറയണത്. എന്നാത്തിന് പോയി പണി നോക്കാൻ പറയണ? ഇളയത്തിങ്ങൾ 2 പേരുണ്ട്. അതിങ്ങളുടെ കാര്യം നോക്കണ്ടേ? അവക്ക് ഉള്ളത് കെട്ടിപ്പറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങളൊക്കെ എന്നാ ചെയ്യും? അവനോട് പറയണം. കിട്ടണ കാശിന് കുടിച്ച് മുള്ളി നടക്കണ കാലം. സ്ത്രീധനം എന്ത് കൊടുത്തായിരുന്നടാ പോയി? സ്ത്രീധനം അവൻ ചോദിച്ചതിനേക്കാളും കൂടുതലാണ്. അത് താൻ തന്നെയാണ് അതിനെല്ലാം വഴി ഉണ്ടാക്കിയത്. വല്ല കാര്യം ഉണ്ടായിരുന്ന അവര് ചോദിച്ചത് എത്രയാണെന്ന് വെച്ചാൽ അതങ്ങോട്ട് കൊടുത്താൽ പോരായിരുന്ന. എന്റെ പൊന്നു ഭദ്ര, എനിക്കാണെങ്കി ഇപ്പൊ ഉറക്കമില്ല. ആ ഇളയ പിള്ളേരെ പറഞ്ഞു വിടാൻ വേണ്ടി ഞാൻ പെടണ പാട്. അതിങ്ങ് വല്ലവർക്ക് എത്ര പവനും എത്ര രൂപയുമാണ് ചോദിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇനി വല്ലവരോട് പറയണം സ്ത്രീധനം ഒന്നും തരാനില്ല. ധനമെന്ന് പറയണത് ഇവിടെ 2 പെൺപിള്ളേരാണ്. ഞങ്ങൾക്ക് ഉതകണത് അങ്ങോട്ട് തരും. അത് വേണമെങ്കിൽ മാത്രം മതി, ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ പോലെ. സ്ത്രീധനം ഒന്നിനും ഒരു പരിഹാരമല്ലടോ. സ്ത്രീധനം ഇല്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണ് പോയത് മുദ്രാവാക്യം വയ്ക്കാം. എല്ലാരും കവലകളെല്ലാം ഇന്നൊക്കെ പ്രസംഗിക്കും സ്ത്രീധനം വേണം. സ്ത്രീധനം ചോദിക്കുമ്പോഴേ
ഇന്ന് പല നിയമങ്ങളുണ്ട്, സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. നിയമം ഒഴിവഴിക്ക് പോകും ഭദ്ര. ഇല്ല ഇല്ല, അത് തനിക്ക് മനസ്സിലാവില്ല. ഇതെല്ലാരും കവലകളിലും അവിടെയൊക്കെ ഇന്ന് പ്രസംഗിക്കേണ്ടിയിരിക്കും. പക്ഷെ ഇതെല്ലാം നമ്മൾ തന്നെയാണ് കളയണത്. മനസ്സിലായ? കളയണത് എങ്ങനാ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് അവിടുന്ന് ഇവിടുന്ന് കടം മേടിച്ച് അവർക്ക് കൊടുക്കാവുന്നതിന്റെ മാക്സിമം നമ്മൾ കൊടുത്തു വിടും. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ ചെന്ന് അനുഭവിച്ച ദുഃഖം ഉണ്ടല്ല, ഒരു പിള്ളേർക്കും അനുഭവം വരും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സ്ത്രീധനത്തിനെതിരെ നമ്മൾ എടോ, സ്ത്രീധനം ചോദിക്കാൻ പാടില്ലെന്നാണ് നിയമം. സ്ത്രീ തന്നെയാണ് ധനം, അതറിയാവാ?